അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം നയിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളെല്ലാവരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഓർമ്മ വെച്ച നാൾ മുതൽക്ക് തന്നെ പള്ളിയിൽ പോയി ജുമയുടെ ഖുത്ബ ശ്രദ്ധിക്കുമ്പോൾ നമ്മളൊക്കെ കേട്ട് തഴമ്പിച്ച ഒരു വസിയത്താണ് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന്. തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് പറയാതെ ഖുത്ബ സഹിഹാവുകയില്ല. പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതം നന്നാവുകയില്ല. പറഞ്ഞാലേ ഖുത്ബ സഹിഹാവുകയുള്ളൂ. ആ പറഞ്ഞതനുസരിച്ചിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ പറയുന്നവരുടെയും കേൾക്കുന്നവരുടെയും ജീവിതം നന്നാവുകയുള്ളൂ, ജീവിതം വിജയകരമാവുകയുള്ളൂ. തഖ്വ ചെയ്യണമേ എന്ന വസിയത്ത് എങ്ങനെയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് നമുക്ക് പഠിപ്പിക്കുവാനും പറഞ്ഞു തരുവാനും പ്രയോഗത്തിൽ വരുത്തുവാനും വേണ്ടി മഹത്തായ ഒരു മാസത്തെ അള്ളാഹു നമുക്ക് സമ്മാനിച്ചു. ഈ മാസത്തെ അള്ളാഹു നമുക്ക് എന്തിനു തന്നു എന്ന് ചോദിച്ചാൽ തഖ്വ പരിശീലിക്കാനാണ്, തഖ്വ ഉൾക്കൊള്ളാനാണ്, തഖ്വയോടുകൂടി ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ നമ്മൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ബാഹ്യമായ ചില ചേഷ്ടകളിലൂടെയും ചടങ്ങുകളിലൂടെയും കർമ്മങ്ങളിലൂടെയും പടപ്പുകൾക്ക് മുമ്പിൽ തഖ്വയുള്ളവരാണ് എന്ന് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷെ പടപ്പുകളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം നമ്മൾ മുത്തഖീങ്ങളാവുകയില്ല. നമ്മളിൽ നിന്നും നമ്മുടെ രക്ഷിതാവ്, നമ്മളെ അറിയുന്നവൻ, നമ്മളുടെ ഉള്ളറിയുന്നവൻ, നമ്മളുടെ ആരും കാണാതെ ഒളിപ്പിച്ചു വെക്കുന്ന മനസ്സിൻ്റെ സഞ്ചാരത്തെ കൃത്യമായി അറിയുന്നവനായ നമ്മുടെ രക്ഷിതാവ്, അവൻ അംഗീകരിക്കണം, അവൻ സ്വീകരിക്കണം. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. നമ്മൾ ചെയ്തു കൂട്ടുന്ന ഈ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മൾ മുത്തഖീങ്ങളാകണം. നമ്മൾ മുത്തഖീങ്ങളാകാൻ വേണ്ടി അള്ളാഹു നമുക്ക് സമ്മാനിച്ച പവിത്രമായ ഒരു മാസമാണ് നമ്മളിൽ നിന്നും ദ്രുതഗതിയിൽ കഴിഞ്ഞു കടന്നുകൊണ്ടേയിരിക്കുന്നത്. റമദാൻ വരുന്നേ എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് റമദാൻ വന്നു. റമദാനിൻ്റെ സിംഹഭാഗവും നമ്മളിൽ കഴിഞ്ഞു കടന്നു. ഇനി പരിശുദ്ധ റമദാനിൻ്റെ ചില്ലറ മണിക്കൂറുകൾ മാത്രം നമുക്ക് അവശേഷിക്കും. പ്രിയപ്പെട്ടവരെ, ഈ റമദാനിൻ്റെ എല്ലാ നിമിഷങ്ങളും വളരെ വിലപ്പെട്ടതാണ്, സമയം വളരെ വിലപ്പെട്ടതാണ്. റമദാനിൻ്റെ സമയം വിലപ്പെട്ടതാണെന്ന് പറയുന്നത് പോലെ തന്നെ ജീവിച്ചിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതവും അതിലെ സമയവും വളരെ വിലപ്പെട്ടതാണ്. നമ്മൾ ചെലവിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളും വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ സമയം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് സമ്പാദിക്കുന്നു, എന്ത് കരസ്ഥമാക്കുന്നു എന്ന് ഓരോ നിമിഷത്തിലും നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങളെപ്പോഴും ആലോചിക്കണം, അവലോകനം ചെയ്യണം, വിലയിരുത്തണം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്, ബാക്കിയാക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് സമ്പാദിക്കുന്നത്? നമ്മുടെ ഓരോ മിനിറ്റുകളും വളരെ വിലപ്പെട്ടതാണ്. രാവും പകലും വിലപ്പെട്ടതാണ്. ഒറ്റയ്ക്കും കൂട്ടായിട്ടുമുള്ള നമ്മളെ സമയങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാണ്. ഈ സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലുകളിലൂടെ നമ്മുടെ രക്ഷിതാവിൻ്റെ തൃപ്തിയും പൊരുത്തവും നമുക്ക് കിട്ടണം. നമ്മളുടെ ആഖിറം നമുക്ക് പണിതുയർത്താൻ നമുക്ക് സാധിക്കണം. ഈ സമയം തീർന്ന് നമ്മൾ ഭൂമിയിൽ നിന്നും വിട പറയുമ്പോൾ നമ്മൾ പണിത് വെച്ച സൽക്കർമ്മങ്ങളുടെ സന്തോഷത്തെ കണ്ടുകൊണ്ട് നമുക്ക് മരിക്കാൻ കഴിയണം. ആ സന്തോഷത്തെയാണ് സ്വർഗം എന്ന് വിളിക്കുന്നത്. നമ്മളുടെ മടക്കം സ്വർഗത്തിലേക്കായിരിക്കണം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
സാധാരണഗതിയിൽ നമ്മൾ സംസാരത്തിൻ്റെ ഇടയിൽ പറയാറുണ്ട്, ഒന്ന് നിൽക്കണേ 1 മിനിറ്റ് എന്ന് പറയാം. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് വളരെ നിസ്സാരമാണ്, ചെറുതാണ്. 1 മിനിറ്റ് ഒന്ന് നിൽക്കണേ എന്ന് പറയും. പക്ഷെ ആ 1 മിനിറ്റ് ചിലപ്പോൾ നമ്മൾ ഒരുപാട് മിനിറ്റുകളാക്കി മാറ്റാറുണ്ട്. എന്നാൽ ഈ പരിശുദ്ധ റമദാൻ നമ്മോട് വിട ചോദിക്കുമ്പോൾ, നമ്മെ പിരിഞ്ഞു പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇങ്ങനെ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് എത്ര മിനിറ്റുകൾ നമ്മൾ പാഴാക്കി പ്രിയപ്പെട്ടവർ. ആ മിനിറ്റുകൾ മണിക്കൂറുകൾ ദിവസങ്ങളായി, ദിവസങ്ങൾ മാസങ്ങളായി നമ്മുടെ ആയുസ്സിൽ നിന്നും അതൊക്കെ കൊഴിഞ്ഞുപോയി. നമ്മുടെ ആയുസ്സിൽ നിന്നും അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഈ 1 മിനിറ്റിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. 1 മിനിറ്റിൽ നമുക്ക് എന്തൊക്കെ നന്മകൾ ചെയ്യാമായിരുന്നു. 1 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്തൊക്കെ നന്മകൾ ചെയ്യാമായിരുന്നു. ശരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചും അതിൽ അള്ളാഹു അനുവദിച്ച സമയത്തെ സംബന്ധിച്ചിട്ടും വ്യക്തമായ ബോധമുള്ളവരാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് 6 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതാം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് തുടങ്ങുന്ന അധ്യായം 6 പ്രാവശ്യം ഓതാം. ഈ 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾ 6 പ്രാവശ്യം അത് ഓതിയാൽ 2 ഖത്തം ഓതിയതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്ക് ഈ 1 മിനിറ്റ് കൊണ്ട് അളന്നു നോക്കിയപ്പോൾ, കണക്കാക്കി നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് 26 പ്രാവശ്യം പറയാം. 26 പ്രാവശ്യം. ഒരു പ്രാവശ്യം നീ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വൃക്ഷം നട്ടുവെക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എൻ്റെ ഈ മിനിറ്റുകൾ ഞാൻ എവിടെ ചെലവാക്കി? ഞാൻ സ്വർഗത്തിൽ വൃക്ഷം നടുകയായിരുന്നോ? അതല്ല, എൻ്റെ വർത്തമാനത്തിൽ ശ്രദ്ധിക്കാതെ അതും ഇതുമൊക്കെ പറഞ്ഞ് നരകത്തീയിലെ വിറകായി ഞാൻ മാറുകയായിരുന്നു എന്ന് വിലയിരുത്താനാണ് പ്രിയപ്പെട്ടവരെ ഈ റമദാനിലെ അവസാനത്തെ ഖുത്ബയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. 1 മിനിറ്റ് കൊണ്ട് എൻ്റെ വീട്ടിൽ വാപ്പയുണ്ടെങ്കിൽ ഉമ്മയുണ്ടെങ്കിൽ, 1 മിനിറ്റ് കൊണ്ട് എൻ്റെ വീട്ടിൽ വാപ്പയുണ്ടെങ്കിൽ ഉമ്മയുണ്ടെങ്കിൽ ആ ഉമ്മയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാൽ, വാപ്പയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാൽ, സ്നേഹത്തോടു കൂടിയുള്ള ആ ചിരിയിൽ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും, സന്തോഷമുണ്ടാകും. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ 1 മിനിറ്റ് കൊണ്ട് നിനക്ക് സ്വീകരിക്കപ്പെട്ട ഒരു ഹജ്ജിൻ്റെ പ്രതിഫലം നേടാമായിരുന്നു. നീ ആ 1 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടത് വെറും ഒരു ചിരി മാത്രമാണ്. പക്ഷെ ചിരിക്കുന്നത് നിൻ്റെ ഉമ്മയുടെ മുഖത്ത് നോക്കിയായിരിക്കണം, നിൻ്റെ വാപ്പയുടെ മുഖത്ത് നോക്കിയായിരിക്കണം. പോട്ടെ, നിൻ്റെ പ്രിയതമയായ നിൻ്റെ പ്രിയപ്പെട്ടവളോടൊപ്പം സ്നേഹത്തോടെ അവൾക്ക് സമ്മാനിക്കുന്ന ഒരു പുഞ്ചിരി, സ്നേഹത്തോടു കൂടി അവളുടെ വായിലേക്ക് നീ ഉരുട്ടി വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള, ഇതൊക്കെ നിൻ്റെ സ്വർഗത്തിലെ പടികളാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ മിനിറ്റുകൾ നമ്മൾ എവിടെ പാഴാക്കി പ്രിയപ്പെട്ടവർ? നമ്മുടെ മിനിറ്റുകൾ നമ്മൾ എവിടെ പാഴാക്കി? നമ്മുടെ ഒക്കെ കൈകളിൽ മൊബൈലുകളുണ്ട്. അധികം മിനിറ്റുകളും സെക്കൻഡുകളും ഒന്നും ആവശ്യമില്ലാതെ അതിൻ്റെ കീബോർഡിൽ ഇങ്ങനെ ചെറുങ്ങനെ വിരൽത്തുമ്പുകളെ കൊണ്ട് ഞെക്കിയാൽ ഒരു പക്ഷേ പെട്ടെന്ന് ഓടിപ്പോയി കാണാൻ കഴിയാതെ നിന്നെ സ്നേഹിക്കുകയും നിന്നോടൊപ്പം ജീവിക്കുകയും ചെയ്ത പലരും കിടക്കകളിലാണ്, ശയ്യകളിലാണ്, ആശുപത്രികളിലാണ്. അവരെ നോക്കാനും കാണാനും ഒന്നും ഇപ്പോൾ ആരുമില്ല, അവരുടെ അരികിലൊന്നും ആരുമില്ല. നിൻ്റെ ഈ പറഞ്ഞ 1 മിനിറ്റിൻ്റെ ചില്ലറ സെക്കൻഡുകൾ ഉപയോഗിച്ചാൽ ഈ കീബോർഡ് ഒന്ന് അമർത്തി ആ പാവപ്പെട്ടവനെ ഒന്ന് വിളിച്ച് സുഖമല്ലേ എന്ന് ചോദിക്കാമല്ലോ. സുഖമല്ലേ, സന്തോഷമല്ലേ, ആഫിയത്തല്ലേ, അള്ളാഹു ആഫിയത്ത് തരട്ടെ എന്ന് പറയാമായിരുന്നല്ലോ. നമ്മുടെ ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച നമ്മുടെ സമയക്രമീകരണത്തിൽ അങ്ങനെയൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചത്. നീ ഒരു രോഗിയെ സന്ദർശിക്കണം. ഒരു പക്ഷേ ഇന്നത്തെ പുതിയ യുഗത്തിൽ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോയി കാണാൻ കഴിയുന്നില്ലെങ്കിലും കുറഞ്ഞ പക്ഷം നീ ഒന്ന് വിളിച്ചന്വേഷിക്കണ്ടേ, ചോദിക്കണ്ടേ. നിൻ്റെ ഒരു വിളി, ഇന്ന സലാത്തക സക്കനുൽ ലഹും, ഖുർആൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മൾ അവശത അനുഭവിക്കുന്ന ആളുകളുടെ അരികിലിരുന്നു കൊണ്ട് അവരുടെ ശരീരത്തിൽ ഒന്ന് തലോടിയിട്ട് അവരുടെ ശരീരത്തിൽ ഒരു ഫാത്തിഹ ഊതിയാൽ, അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ ആ ദുആയുടെ ബറക്കത്തും കബൂലിയത്തും കിട്ടുമെന്നത് മറ്റൊരു വശമാണ്. എന്നാൽ തീർച്ചയായും ഇന്ന സലാത്തക സക്കനുൽ ലഹും, നീ അവൻ്റെ അരികിലിരുന്നു കൊണ്ട് അവനെ ആശ്വസിപ്പിക്കാനായി അവന് വേണ്ടി ചെയ്യുന്ന ഈ ദുആ അവന് വലിയ സമാധാനം ഉണ്ടാക്കൂലേ? വലിയ സമാധാനമായിരിക്കും, അവന് ഭയങ്കര ശാന്തിയായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ആലോചിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് നേടാൻ കഴിയുന്ന എത്ര നന്മകളുണ്ടായിരുന്നു.
എന്നാൽ ഈ മിനിറ്റുകൾ നമ്മൾ എവിടെ പാഴാക്കി പ്രിയപ്പെട്ടവർ? റമദാൻ തീരാനായി, 27ാമത്തെ നോമ്പിൽ നമ്മൾ പറയുമ്പം പ്രസംഗിക്കുമ്പോൾ നമ്മളിങ്ങനെ ആവേശത്തിലൊക്കെ പറയുമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും ആ ഒരു ബോധം വന്നില്ലല്ലോ. 27 ദിവസം കൊണ്ട് ഞാൻ എന്ത് സമ്പാദിച്ചു? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യന്റെ ഇസ്ലാമിക ജീവിതത്തിൽ ഏറ്റവും മനോഹരമായത് എന്താണ്? ഞാൻ നല്ല തഖ്വയുള്ളവനാകാനല്ലേ നോമ്പ് പിടിച്ചത്? ഞാൻ നല്ല മനുഷ്യനാകാനാണല്ലോ രാത്രിയിൽ നിസ്കരിച്ചത്? ഞാൻ നല്ല സ്വഭാവ പെരുമാറ്റങ്ങളുടെ ഉടമയാകാനല്ലേ തഅലീമുകളും വഅദുകളും നസീഹത്തുകളും ഒക്കെ കേട്ടത്? അങ്ങനത്തെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ ജീവിതത്തിൽ വളർത്തിയെടുക്കാനാണ് പടച്ചവന്റെ ഭവനത്തിൽ വന്ന് ഇഅ്തികാഫ് അനുഷ്ഠിച്ചത്. ഈ നിലയിൽ ഒരു മനുഷ്യൻ എപ്പോഴാണ് മനോഹരമായ ഇസ്ലാമിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമായി മാറുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യന്റെ ഇസ്ലാമിക ജീവിതത്തിന്റെ മനോഹരമായ മുഖം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അവൻ ഉപേക്ഷിക്കലാണ്. എത്ര സുന്ദരമായ ഉപദേശമാണ് പ്രിയപ്പെട്ടവരെ! ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ് റമദാനിനെ കുറിച്ചിട്ട് ആത്മപരിശോധന നടത്താൻ കൂടിയിരിക്കുന്ന ഞാനും നിങ്ങളും ഇപ്പോൾ ആലോചിക്കേണ്ടത്. ആവശ്യമുള്ളിടത്തൊക്കെ നമ്മൾ ഇടപെടണം, ആവശ്യമുള്ളിടത്തേ ഇടപെടാവൂ. ആവശ്യമുള്ളിടത്തൊക്കെ നമ്മൾ സംസാരിക്കണം, ചെന്ന് കയറണം. പക്ഷെ ആവശ്യമില്ലാത്ത ഇടങ്ങളിലൊക്കെ നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത്, ഇടപെടുന്നത്, ചെന്ന് കയറുന്നത്? അങ്ങനെ ഒരു മനുഷ്യൻ തഖ്വ ജീവിതത്തിൽ പകർത്തി പഠിക്കാൻ വേണ്ടി നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട്, നിസ്കാരം നിർവഹിച്ചുകൊണ്ട്, റമദാൻ മാസത്തിൻ്റെ പ്രത്യേകമായ പരിശീലനത്തിലൂടെ തൻ്റെ സമയത്തെ ക്രമീകരിക്കാൻ പഠിക്കുകയും ആവശ്യമില്ലാത്ത സംഗതികളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കാൻ അവൻ ശീലിക്കുകയും ചെയ്താൽ അവൻ്റെ ജീവിതം ഖൈറായി, അവൻ്റെ റമദാൻ ഖബൂലായി. അള്ളാഹു നമ്മുടെയൊക്കെ റമദാൻ ഖബൂലാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് നൽകിയ നമ്മുടെ രക്ഷിതാവ് നമ്മളോട് അറിയിക്കുന്ന സ്നേഹമയമായ വാത്സല്യപൂർണമായ ഒരു വചനമുണ്ട്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗന വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. സ്നേഹനിധിയായ വാത്സല്യനിധിയായ രക്ഷിതാവ് അവൻ്റെ അടിമകൾ എങ്ങനെ ആകണമെന്ന് വിഭാവനം ചെയ്യുന്ന, ഇമാജിങ് നമ്മൾ പറയാറില്ല, വിഭാവനം ചെയ്യുന്ന, ആശിക്കുന്ന, ആഗ്രഹിക്കുന്ന. എൻ്റെ കുടുംബത്തിൽ ഞാൻ പോറ്റി വളർത്തുന്ന എൻ്റെ മക്കളെക്കുറിച്ചിട്ട് എനിക്കൊരു സ്വപ്നമുണ്ട്. എൻ്റെ മക്കൾ ഇങ്ങനെ ആകണം. ഞാൻ പോറ്റി വളർത്തുന്ന എൻ്റെ മുതഅല്ലിമീങ്ങളെക്കുറിച്ചിട്ട്, എൻ്റെ ശിഷ്യഗണങ്ങളെക്കുറിച്ചിട്ട് എനിക്കൊരു സ്വപ്നമുണ്ട്. എൻ്റെ സ്വപ്നത്തിനനുസരിച്ചിട്ട് എൻ്റെ കുട്ടികൾ വളരണം. എൻ്റെ മക്കളെക്കുറിച്ചിട്ട്, എൻ്റെ ശിഷ്യഗണങ്ങളെക്കുറിച്ചിട്ട് എനിക്കുള്ള സ്വപ്നം പോലെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സൃഷ്ടിച്ചവൻ, നമ്മളെ സംരക്ഷിക്കുന്നവൻ, നമ്മളെ പരിപാലിക്കുന്നവൻ, നമുക്ക് കാണാൻ കണ്ണ് തന്നവൻ, നമുക്ക് കേൾക്കാൻ കാത് തന്നവൻ, നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാൻ കൈയും കാലും ഒക്കെ തന്നവൻ. ഇന്നലെ രാത്രിയിൽ എല്ലാവരും പടച്ചവൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് കൈ ഉയർത്തി പിടിച്ച് നിൽക്കുമ്പോൾ ഒരു സഹോദരൻ ഒരു കൈ മാത്രം ഇങ്ങനെ പൊക്കിപ്പിടിക്കും. ഞാൻ അറിയാതെ ശ്രദ്ധിച്ചു, ഒരു കൈ മാത്രം പൊക്കിപ്പിടിക്കും. എന്താ ഒരു കൈ മാത്രം പൊക്കിപ്പിടിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കരച്ചിലോടുകൂടി ഒരു ഓർമ്മ വന്നു. പടച്ചവനെ, ഇന്ന് എനിക്ക് എൻ്റെ 2 കൈയും പൊക്കിപ്പിടിക്കാൻ നീ ആഫിയത്ത് തന്നു. എന്നാൽ നിന്റെ തീരുമാനപ്രകാരം എൻ്റെ ഒരു സൈഡ് തളർന്നു പോകാൻ വിധിച്ചാൽ, എൻ്റെ ഒരു കൈ മാത്രം പൊക്കിപ്പിടിക്കാൻ വിധിച്ചാൽ, 2 കൈയും ഉപയോഗിച്ചപ്പോൾ അത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് ശുക്ർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഈ 2 കൈയും 2 കാലും നടക്കാനും എടുക്കാനും പിടിക്കാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിന്നെ ഓർത്ത് ജീവിക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ, നാളെ 2 കൈ ഒരു കൈയായി മാറിയാൽ, ഇനി 2 കൈയും തളർന്ന് 2 കാലും തളർന്ന് കൈ പൊക്കുന്നത് പോയിട്ട് തങ്ങളുടെ ശരീരമൊന്ന് പൊക്കാൻ പോലും കഴിയാതെ നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളിൽ എത്ര പേരുണ്ട്? കടക്കുകളിൽ കഴിയുന്നവർ എത്ര പേരുണ്ട്? അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്ക് കൈ തന്നു, കാല് തന്നു, കണ്ണ് തന്നു, കാത് തന്നു. അള്ളാഹു തആല നമുക്ക് കിഡ്നി തന്നു, ഹാർട്ട് തന്നു, ലിവർ തന്നു. ഓരോ സഹോദരങ്ങൾ വന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പം എനിക്ക് വല്ലാതെ വിഷമവും കരച്ചിലും വരും. 12 വയസ്സുള്ള കുട്ടിയാ, 3 വയസ്സുള്ള കുട്ടിയാ, ഇത്രയും ദിവസം പള്ളി വരാതിരുന്നത് തിരുവനന്തപുരത്തെ ഇന്ന ആശുപത്രിയില്ല. ആ ആശുപത്രിയുടെ പേര് പറയാൻ എനിക്ക് പേടിയാണ്.
ആശുപത്രിയിൽ പോകുന്ന ആളുകളെ കാണുമ്പോൾ ദുഃഖമാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളെ ഒക്കെ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗങ്ങളൊക്കെ അള്ളാഹു ഷിഫാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ആരോഗ്യമുള്ളവരാണ്, നമുക്കിന്ന് ആഫിയത്തുള്ളവരാണ്, നമുക്കിന്ന് അഹങ്കാരത്തോടുകൂടി അധികമൊന്നും ആലോചിക്കാതെ ഇഷ്ടപ്പെടുന്നതൊക്കെ പറയാനും പ്രവർത്തിക്കാനും കഴിയുന്നവരാണ്. നാളെ നമ്മുടെ ഈ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയാൽ എന്താവും? ഇങ്ങനെ എനിക്കും നിങ്ങൾക്കും നമ്മൾക്ക് ആവശ്യമായതെല്ലാം ഭൂമിയിൽ തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ രക്ഷിതാവ് കൃത്യമായി മാസത്തിൽ ചെലവിന് കൊടുക്കുകയും ആവശ്യമുള്ള ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന വാപ്പയുടെ ആശയ്ക്കനുസരിച്ചിട്ട് മക്കൾ ജീവിച്ചില്ലെങ്കിൽ വാപ്പാക്ക് ദേഷ്യം വരുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷിതാവ് ഇതെല്ലാം നമുക്ക് തന്നിട്ട് വേറെ ആർക്കും തരാൻ കഴിയാത്തതാണ് നമ്മുടെ അള്ളാഹു നമുക്ക് തന്നത്. നമുക്ക് ശ്വസിക്കാൻ വായു തരാൻ ഭൂമിയിൽ ഒരു ശക്തിക്കും കഴിയില്ല, ഒരു ഉമ്മാക്കും കഴിയില്ല, ഒരു ഉപ്പാക്കും കഴിയില്ല. നമുക്ക് കുടിക്കാൻ വെള്ളം തരാൻ അള്ളാഹുവിനല്ലാതെ വേറെ ഭൂമിയിൽ ആർക്കും കഴിയില്ല. നമ്മൾ ആഹരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആഹാരം ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, കൃത്യമായ നിലയിൽ അകത്തേക്ക് ഇറങ്ങിപ്പോകാനും ഇറങ്ങിപ്പോയത് ദഹിച്ച് കൃത്യമായി പുറത്തേക്ക് കളയാനും ഒക്കെയുള്ള പ്രോസസ്സുകൾ അള്ളാഹു നമുക്ക് തന്ന അവൻ്റെ ഔദാര്യമാണ്. അള്ളാഹു ഇതൊക്കെ എവിടെയെങ്കിലും സ്ട്രക്കാകുമ്പോഴാണ് മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെ വിലയും മതിപ്പും മഹത്വവും നമുക്ക് മനസ്സിലാവും. അള്ളാഹു നമുക്കൊക്കെ ആരോഗ്യവും ആഫിയത്ത് നിലനിർത്തി വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇതൊക്കെ തന്നവനായ അള്ളാഹു അവൻ്റെ അടിമകളെ കുറിച്ചിട്ട് പറയുന്ന ഒരു ചിത്രമുണ്ട്. ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗന. റഹ്മാനായ റബ്ബിൻ്റെ ദാസന്മാർ ഭൂമിയിൽ ഇങ്ങനെ നടക്കണം, ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ സംസാരിക്കണം. പ്രിയപ്പെട്ടവരെ, ആ ഉപദേശത്തെ കേട്ടുകൊണ്ട് ഈ പരിശുദ്ധ റമളാനിൽ നമ്മളുടെ ജീവിതം അതിനോട് താദാത്മ്യം പുലർത്താൻ ശ്രമിക്കണം. സമയം അധികമായി പോയി, സമയം കഴിഞ്ഞു കടന്നുപോയി. അള്ളാഹു പറയുന്നു, ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗന. അവർ ഭൂമിയിൽ താഴ്മയോടുകൂടി നടക്കുന്നവരാണ്. എൻ്റെ അടിമകൾ ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടി നടക്കണ്ട. എൻ്റെ അടിമകൾ ഭൂമിയിൽ ആളുകളുടെ മുമ്പിൽ വമ്പന്മാരായി ജീവിക്കണ്ട. എൻ്റെ അടിമകളെ കുറിച്ചിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത് അവർ താഴ്മയോടുകൂടി നടന്നാൽ മതി. യംശൂന അലൽ അർദി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. അവരോട് മൂഢന്മാര്, ജാഹിലീങ്ങൾ, വിഡ്ഢികൾ തർക്കിക്കാൻ വന്നാൽ ഞാൻ തർക്കത്തിനില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞേക്കണം. ഞാൻ തർക്കിച്ച് ജയിക്കാനല്ല ഭൂമിയിൽ ജീവിക്കുന്നത്. ഞാൻ നിങ്ങളെ തോൽപ്പിക്കാനും ഞാൻ ജയിക്കാനും അവാർഡ് വാങ്ങാനുമല്ല ഞാൻ ഭൂമിയിൽ ജീവിക്കുന്നത്. ഞാൻ എൻ്റെ റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് ഉള്ള ആയുസ്സും ആരോഗ്യവും ഉപയോഗപ്പെടുത്തി എന്തെങ്കിലും നന്മ ചെയ്തിട്ട് ഇവിടുന്ന് അങ്ങ് പോകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സലാമുണ്ട്, നിങ്ങളോട് സംസാരിക്കാൻ തൽക്കാലം ഞാൻ തയ്യാറില്ല. എൻ്റെ അടിമകൾ ഇങ്ങനെ പറയണം. എൻ്റെ അടിമകൾ, പ്രിയപ്പെട്ടവരെ, പകൽ സമയത്ത് പട്ടിണി കിട്ട പടച്ചവൻ്റെ അടിമകൾ വെറുതെ അങ്ങനെ പട്ടിണി കിട്ടതല്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വല യുരീദു ബിക്കുമുൽ ഉസ്ര. 10-30 ദിവസക്കാലം പകലിൽ പട്ടിണി കിടക്കാൻ വേണ്ടി പറയുന്നത് ഭക്ഷണത്തോടും വെള്ളത്തോടും ആഗ്രഹപൂർത്തീകരണത്തോടും വിട്ടുനിൽക്കാൻ പറയുന്നത് വെറുതെ ഒരു പട്ടിണിക്ക് വേണ്ടിയല്ല പ്രിയപ്പെട്ടവർ. പിന്നെയോ നമ്മളുടെ മാനുഷികമായ നഫ്സിയായ ഇച്ഛകളെ തടുത്തു നിർത്താൻ, നഫ്സിയായ ഇച്ഛകളെ കടിഞ്ഞാണിടാൻ നമ്മളെ കൊണ്ട് പരിശീലിപ്പിക്കുകയായിരുന്നു. എപ്രകാരം വിശപ്പ് വന്നപ്പോൾ ആഹാരമുണ്ടായിരുന്നിട്ടും ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊരു അടിമ തീരുമാനിച്ചോ, ദാഹമുണ്ടായിരുന്നിട്ടും വെള്ളമുണ്ടായിരുന്നിട്ടും തൽക്കാലം വെള്ളം കുടിക്കുന്നില്ല എന്ന് ഞാൻ എൻ്റെ ശരീരത്തെ പിടിച്ചു നിർത്തിയോ, ഇതുപോലെ റമളാനിൽ ആരെങ്കിലും നമ്മളോട് വഴക്കടിക്കാൻ വന്നാൽ, ആരെങ്കിലും നമ്മളോട് ചീത്ത പറയാൻ വന്നാൽ നമ്മൾ തിരിച്ചു പറയാറില്ലേ, നോമ്പായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമായിരുന്നു, നോമ്പൊന്ന് മുറിച്ചോട്ടെ ഞാൻ തരാം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഇല്ല, നോമ്പായതുകൊണ്ട് ഞാൻ എൻ്റെ പടച്ചവനെ ഭയന്നുകൊണ്ട് വിശപ്പ് പിടിച്ചു വെച്ചതുപോലെ, ദാഹം പിടിച്ചു വെച്ചതുപോലെ നിന്നോട് കോപിക്കാനും ദേഷ്യപ്പെടാനും തർക്കിക്കാനും ചാൻസ് ഉണ്ടായിരുന്നിട്ടും സൗകര്യമുണ്ടായിരുന്നിട്ടും ഞാനത് പിടിച്ചു വെക്കുകയാണ്. ഞാനത് പിടിച്ചു വെക്കുന്നത് നോമ്പ് കാലത്തേക്ക് വേണ്ടി മാത്രമല്ല. നോമ്പ് കാലം കഴിഞ്ഞാലും ഞാൻ ഇപ്രകാരം എൻ്റെ റബ്ബിൻ്റെ പൊരുത്തത്തെ ആശിച്ചുകൊണ്ട് ചിലപ്പോൾ നിൻ്റെയൊക്കെ മുമ്പിൽ ഞാൻ തോറ്റു തരും. ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. പ്രിയപ്പെട്ടവരെ, പകല് സമയം നമ്മൾ പട്ടിണിയിലൂടെ നമ്മുടെ നഫ്സിനെ കടിഞ്ഞാണിട്ട് പരിശീലിക്കുകയും ആവശ്യമുള്ളത് മാത്രം ചെയ്യുകയും ആവശ്യമില്ലാത്തതിൽ നിന്നും നമ്മുടെ നാവിനെ പോലും നമ്മൾ തടുത്തു നിർത്തുകയും ചെയ്ത് പരിശീലിച്ചിട്ട് നമ്മൾ ഇബാദുർ റഹ്മാനിൽ പെടാൻ ആഗ്രഹിക്കുക. അള്ളാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. ഇബാദുർ റഹ്മാനിൽ പെടാൻ ആഗ്രഹിക്കുകയാണ്. രാത്രിയായാൽ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ.
വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. രാത്രി ആയപ്പോൾ നമ്മൾ ഇശാ നമസ്കാരത്തിന് ശേഷം സുന്നത്തും വിത്റും നിസ്കരിച്ചിട്ട് വീട്ടിൽ പോയി ഉറങ്ങുന്നതിന് പകരം ദീർഘമായ നിലയിൽ 23 റക്അത്ത് നമസ്കരിക്കുന്നു. അത് കഴിഞ്ഞാൽ അവസാനത്തെ 10 ആയപ്പോഴേക്കും നമ്മൾ ഒരു 8 റക്അത്ത് പിന്നെ നിസ്കരിക്കുന്നു, 3 ജുസു നീട്ടി ഓതുന്നു. പിന്നെ വീണ്ടും ഖിയാമുൽ ലൈലിന് വേണ്ടി എഴുന്നേൽക്കുന്നു. യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. എന്നെ പടച്ചു പോറ്റി വളർത്തുന്നവനായ എൻ്റെ രക്ഷിതാവിൻ്റെ മുമ്പിൽ റുക്കൂഇലായി സുജൂദിലായി രാവിനെ ചെലവഴിക്കുന്നു. സന്ധ്യയാകുമ്പോൾ ചങ്ങാതിമാരെ ഒക്കെ വിളിച്ച് തരപ്പെടുത്തി ചിട്ടപ്പെടുത്തി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ആവശ്യമില്ലാത്ത നിലയിൽ തെരുവോരങ്ങളിലൂടെ കറങ്ങി നടന്ന് ബഹളം വെച്ച് ചിലപ്പോൾ ആ ആവശ്യമില്ലായ്മയെ വലുതാക്കി 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 മഹാപാപങ്ങളിൽ പോയി പെട്ടു. അങ്ങനെ ആയിരുന്നല്ലോ നമ്മുടെ രാവുകൾ റമദാനിന് മുമ്പ് നമ്മൾ ചെലവഴിച്ചത്. ഇശാ നമസ്കാരത്തിന് ശേഷം ചിലർ ഇശാ നിസ്കരിക്കുന്നു, ചിലർ ഇശാ നിസ്കരിക്കുന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞതുപോലെ ഇശാ നമസ്കാരം കഴിയുമ്പോൾ ജനങ്ങൾ 2-3 തരക്കാരായി മാറുന്നു. ഇശാ നിസ്കാരം കഴിയുമ്പോൾ ആ രാവിനെയും അതിൻ്റെ ഇരുളിനെയും ഒരു നല്ല ചാൻസായി മനസ്സിലാക്കിക്കൊണ്ട് ചങ്ങാതിമാരോടൊപ്പം അങ്ങും ഇങ്ങും ഒഴിഞ്ഞ ഇടങ്ങളിൽ കറങ്ങി നടന്നിട്ട് അനാവശ്യങ്ങളിലും ആഭാസങ്ങളിലുമായി അവരുടെ രാവിനെ ചെലവഴിക്കുന്നു. അവർ അതിലൂടെ പാപവും നരകവും സമ്പാദിക്കുന്നു. വേറെ ചില ആളുകൾ രാത്രിയുടെ ഇരുളിനെ ഒരു നല്ല ചാൻസായി മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആരും കാണാതെ ഒതുവെടുത്ത് കൈകെട്ടി നിന്ന് നിസ്കരിച്ച് ദുആ ചെയ്ത് കരഞ്ഞ് പടച്ചവനോട് സ്വർഗം തേടുന്നു, നരകത്തിൽ നിന്ന് കാവൽ തേടുന്നു. അതിലൂടെ അവർ പ്രതിഫലവും സ്വർഗവും നേടി. രണ്ടുമല്ലാത്ത ചില ആളുകൾ രാത്രി ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ പോയി സുഖമായി കിടന്നുറങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഈ 3 കൂട്ടരിൽ എവിടെയായിരുന്നു നമ്മുടെ രാവുകൾ ചെലവഴിക്കപ്പെട്ടുകൊണ്ടിരുന്നത്? ഇന്ന് അൽഹംദുലില്ലാഹ് റമദാനിൻ്റെ പവിത്രമായ ഈ തർബിയത്തിൻ്റെ ഭാഗമായി നമ്മൾ നമ്മുടെ രാവിനെ നമസ്കാരത്തിലായി കഴിച്ചുകൂട്ടി, ഖുർആൻ ഓതലിലായി കഴിച്ചുകൂട്ടി, ഇഅ്തികാഫിലായി കഴിച്ചുകൂട്ടി. അള്ളാഹു ഇനിയും ഇതിനെ നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ രാവുകളെ പക്വതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി തഖ്വയോടുകൂടി പടച്ചവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇബാദുർ റഹ്മാനിൻ്റെ സിഫത്ത് അനുസരിച്ചിട്ട് നല്ല വഴിയിൽ മാത്രം ചെലവഴിക്കാൻ നമ്മളെ പരിശീലിപ്പിക്കുകയായിരുന്നു. നമ്മുടെ പകലുകൾ നല്ല നിലയിൽ ചെലവഴിക്കാൻ നമ്മളെ പഠിപ്പിച്ചു. നമ്മുടെ രാവുകൾ ഈ നിലയിൽ ചെലവഴിക്കാൻ നമ്മളെ പഠിപ്പിച്ചു. ഈ നിലയിലൊക്കെ റമദാൻ കഴിയുമ്പോഴേക്കും നമ്മളെ കണ്ടാൽ ആളുകൾക്ക് മനസ്സിലാകണം നമ്മൾ ഒരു നല്ല അടിമയാണ്, ഇബാദുർ റഹ്മാനാണ്, റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നല്ല ദാസന്മാരാണ് എന്ന് നമുക്ക് തോന്നണം. അതിനെന്ത് വേണം പ്രിയപ്പെട്ടവരെ? അതിങ്ങനെ പ്രസംഗിച്ചാൽ മതിയോ? വെറും പ്രസംഗം കേട്ടാൽ മതിയോ? അല്ല, നമ്മൾ കൃത്യമായ നിലയിൽ കഠിനമായ പ്രയത്നവും പരിശീലനവും നടത്തി നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ സിഫത്തുകൾ ഉണ്ടാകണം. ഭൂമിയിൽ താഴ്മയോടുകൂടി നടക്കണം, ആരെയും ഉപദ്രവിക്കരുത്, ആരോടും അഹങ്കാരം നടിക്കരുത്, ആരോടും മോശമായ നിലയിൽ പെരുമാറരുത്. റമദാനിൻ്റെ പുണ്യമായ ഈ തർബിയത്തിൽ ലഭിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മയായി നമുക്കത് നിലനിർത്താൻ സാധിക്കണം. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് തർക്കിക്കരുത്, ശണ്ട കൂടരുത്, മറ്റുള്ളവരെ തോപ്പിക്കാൻ ശ്രമിക്കരുത്. ഇമാം ഷാഫി റഹിമഹുല്ലാ അവറുകൾ നമുക്കൊക്കെ സുപരിചിതനായ മഹാപണ്ഡിതനാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചോദ്യം ചെയ്യപ്പെടാത്ത മഹാപണ്ഡിതൻ. അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്: ഞാൻ എൻ്റെ ഇൽമിയായ ജീവിതത്തിൽ, എൻ്റെ വൈജ്ഞാനികമായ യാത്രയിൽ പല മുനാദറകളിലും പങ്കെടുത്തിട്ടുണ്ട്. പല മുനാദറകൾ എന്ന് പറഞ്ഞാൽ പല തർക്കങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, വാദപ്രതിവാദങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ പണ്ഡിത വിഭാഗത്തോടുള്ള തർക്കങ്ങളായിരുന്നപ്പോൾ ആ പണ്ഡിതന്മാരുമായുള്ള എൻ്റെ വാദപ്രതിവാദത്തിൽ അധികവും ഞാനാണ് ജയിക്കുക. ചിലപ്പോഴെങ്കിലും അവർ ജയിക്കാറുണ്ട്. പണ്ഡിതന്മാരുമായുള്ള ഞങ്ങളുടെ വാദപ്രതിവാദത്തിൽ അധികം ഞാൻ ജയിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ ജയിക്കുകയോ ആയിരുന്നു. എന്നാൽ എൻ്റെ ഈ യാത്രയിൽ വിഡ്ഢികളോട് ഞാൻ മുനാദറ ചെയ്തിട്ടുണ്ട്, ജാഹിലീങ്ങളോട് ഞാൻ തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ജാഹിലീങ്ങളുമായി തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെട്ട എൻ്റെ അനുഭവത്തിലുടനീളം ഒരിക്കൽ പോലും ഞാൻ ജയിച്ചില്ല, ഞാൻ എല്ലായിടത്തും തോക്കുകയായിരുന്നു എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാ പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഇമാം ഷാഫിക്ക് വേണമെങ്കിൽ അപ്പുറത്തു നിന്നും ഇങ്ങോട്ട് വരുന്ന ജാഹിലിൻ്റെ വാക്കുകളെ പ്രതിരോധിക്കുന്ന നിലയിൽ അതിനേക്കാളും കടുപ്പമുള്ള വാക്കെടുത്ത് പ്രയോഗിക്കാൻ അറിയാത്തത് കൊണ്ടല്ല. പിന്നെ ഇമാം ഷാഫി പഠിച്ചത് റഹിമഹുല്ലാ, ഇമാം ഷാഫി പാണ്ഡിത്യം ഉൾക്കൊണ്ടത് പടച്ചവൻ്റെ നല്ല അടിമയായ നിലയിൽ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ജാഹിലീങ്ങൾ വിഡ്ഢികൾ എന്നോട് തർക്കിക്കാൻ വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഞാൻ തോറ്റു കൊടുക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ജാഹിലീങ്ങളുമായി തർക്കിക്കുന്നത് അല്ലെങ്കിൽ വിഡ്ഢികളുമായി സംസാരിക്കുന്നത്
പുറത്തുള്ള ആളുകളോടുള്ള ഇങ്ങനത്തെ പൊതുവേദിയിൽ നടത്തുന്ന ഖണ്ഡനമണ്ഡനം എന്നൊന്നും അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീടകങ്ങളിൽ, നമ്മുടെ ഭാര്യ സന്താനങ്ങൾ കൂട്ടുകുടുംബാദികളോടൊപ്പമുള്ള നമ്മുടെ നിത്യജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ബുദ്ധിമാനായ റഹ്മാനായ റബ്ബിൻ്റെ നല്ല ദാസന്മാര് ചിലപ്പോഴെങ്കിലും തോറ്റു കൊടുക്കണം, ചിലപ്പോഴെങ്കിലും തോക്കാൻ പഠിക്കണം. എപ്പോഴും നമ്മൾ ജയിക്കാൻ ആശിച്ചാൽ നമ്മുടെ കുടുംബം തകരും. ഇന്ന് നമ്മുടെ അടുക്കൽ വരാറുള്ള ഒരുപാട് കേസുകളുണ്ട്. പല കേസുകളും കണ്ണീരോടുകൂടിയാണ് അവർ വന്ന് പറയുക. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രശ്നം, എല്ലാ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആഘോഷ തിമിർപ്പോടുകൂടി നടത്തപ്പെട്ട വിവാഹങ്ങൾ അധിക കാലം നീണ്ടു നിൽക്കാതെ തകർന്നു പോകുന്ന അനുഭവങ്ങൾ എത്രയാണ് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എത്രയാ. എന്തുകൊണ്ടാണ് ഇപ്രകാരം കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നത്? എന്തുകൊണ്ടാണ് നമ്മളുടെ വൈവാഹിക ബന്ധങ്ങൾ തകരുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ സമുദായത്തിൽ തലാഖിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത്? വിവാഹത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരുക്കങ്ങൾ, അതിൻ്റെ കടവും ബാധ്യതയും ആരവങ്ങളും തീരുന്നതിന് മുമ്പ് വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് വന്ന് നമ്മളോട് അപേക്ഷ സമർപ്പിക്കുന്ന സമുദായത്തിലെ പുതിയ പെണ്ണുമാരും പുതിയ മാപ്പിളമാരും എന്തുകൊണ്ടാണ് വർദ്ധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാനിലൂടെ പടച്ചവൻ നമുക്ക് തരുന്ന ഒതുങ്ങാനും താണുകൊടുക്കാനും താഴ്മ ശീലിക്കാനുമുള്ള ആ ഉപദേശത്തെ നമ്മൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഞാൻ എന്ന ബോധത്തോടുകൂടി, വാപ്പ ഒരിക്കലും മക്കൾക്ക് മുമ്പിൽ തോറ്റു കൊടുക്കൂല, മക്കൾ ഒരിക്കലും വാപ്പയുടെ മുമ്പിൽ തീരെ തോറ്റു കൊടുക്കൂല. കാരണം വാപ്പ പഴയ തലമുറയുടെ ആളും ഞങ്ങൾ പുതിയ തലമുറയുടെ ആളും. അതുകൊണ്ട് പുതിയ തലമുറയുടെ ടെക്നോളജിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിക്കുന്ന മക്കൾ ഒരിക്കലും പഴയ വാപ്പമാർക്ക് മുമ്പിൽ താണു കൊടുക്കുകയില്ല. ഭർത്താക്കന്മാർ ഒരിക്കലും ഭാര്യമാരുടെ മുമ്പിൽ താണു കൊടുക്കൂല. താണു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ താഴുക എന്നല്ലല്ലോ പ്രിയപ്പെട്ടവർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിൻ്റെ പൊരുത്തത്തെ ആശിച്ചുകൊണ്ട് പടച്ചവന്റെ പ്രതിഫലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് താഴ്മ കാണിച്ചാൽ അവനെ അള്ളാഹു ഉയർത്തുക തന്നെ ചെയ്യും. യാതൊരു സംശയവുമില്ല. നമ്മൾ ഉയർത്തേണ്ടവൻ അള്ളാഹുവാണ്. നമ്മൾ സ്വയം ഉയരാൻ ശ്രമിച്ചാൽ, അങ്ങനെ ഉയരുന്നതിന് വേണ്ടി വാചാലമായി മറ്റുള്ളവരെ വാക്കടിച്ചിട്ട് തർക്കത്തിൽ തോപ്പിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ പ്രിയപ്പെട്ടവരെ തർക്കം ജയിക്കും, പക്ഷെ കുടുംബം തകരും, ബന്ധം തകരും. വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധമില്ലാതെയാകും, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമില്ലാതെയാകും. ഭാര്യയ്ക്ക് വേണമെങ്കിൽ ഞാൻ ജയിച്ചു എന്ന് പറയാം, ഭർത്താവിന് വേണമെങ്കിൽ ഞാൻ ജയിച്ചു എന്ന് പറയാം. ഭാര്യയും ഭർത്താവും ജയിക്കുമ്പോൾ പല കേസുകളിലും അവരുടെ പ്രിയപ്പെട്ട മക്കൾ അനാഥരാകുന്നു. കുടുംബങ്ങളിൽ ജീവിച്ചിരിക്കുന്ന വാപ്പയുടെയും ഉമ്മയുടെയും പല മക്കളും അനാഥമായ നിലയിൽ കഴിഞ്ഞുകൂടുന്ന സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്ന നമ്മുടെ പകലുകളെ എങ്ങനെ ക്രമീകരിക്കണം, രാവുകളെ എങ്ങനെ ക്രമീകരിക്കണം, വളരെ കണിശമായി കൃത്യമായ നിലയിൽ നമുക്ക് തന്ന ഈ പരിശീലനത്തെ നമ്മൾ പൂർണ്ണമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിലും ഞാനിനി ഇടപെടരുത്, ഞാനിനി സംസാരിക്കരുത്. ആവശ്യമില്ലാത്തിടങ്ങളിലൊന്നും എൻ്റെ ശബ്ദം കൊണ്ടോ എൻ്റെ സാന്നിധ്യം കൊണ്ടോ ഞാൻ ഒരിക്കലും മോശക്കാരനാകരുത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആനിൻ്റെ വരികളിലൂടെ നമ്മളുടെ ജീവിതത്തെ സംസ്കരിച്ച് സമ്പൂർണമായി അവൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ഒരു നല്ല അടിമയാകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പരിശുദ്ധ റമളാൻ തന്നത്. ഈ റമളാനിലൂടെ ഒരു പക്ഷേ അങ്ങനെയൊക്കെ ഒരു മനുഷ്യന് സാധിക്കുന്നില്ലെങ്കിൽ അവൻ നശിച്ചു പോകുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ കഴിയാതെ റമളാൻ കടന്നുപോയാൽ നശിച്ചു പോകുമെന്ന് പറയും. എന്താ പാപങ്ങൾ പൊറുപ്പിക്കുക എന്ന് പറഞ്ഞാൽ? എൻ്റെ ജീവിതയാത്രയിൽ വരാൻ പാടില്ലാത്ത ചിലതൊക്കെ വന്നുപോയി. അത് കുടുംബജീവിതത്തിൽ വന്നിട്ടുണ്ട്, വ്യക്തി ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്, എൻ്റെ കച്ചവടാദി ബന്ധങ്ങളിൽ വന്നുപോയിട്ടുണ്ട്, സ്വഭാവ പെരുമാറ്റങ്ങളിലൊക്കെ വന്നുപോയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് പശ്ചാത്തപിക്കാൻ കഴിയണം, തിരുത്താൻ കഴിയണം, പുതിയ ഒരു ജീവിതം നയിക്കാൻ എനിക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ റമളാൻ കൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസത്തിൽ ഒരു രാത്രിയെ പരിചയപ്പെടുത്തി. ഒരു രാത്രി നമ്മൾ ഉണർന്നിരുന്ന് ഇബാദത്തെടുത്താൽ 83 വർഷക്കാലം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇബാദത്തെടുത്തതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അധ്വാനിക്കാൻ തയ്യാറാകുന്ന അടിമകൾക്ക് ആനുകൂല്യങ്ങൾ ഇങ്ങനെ വാരി കൊടുത്തുകൊണ്ട് അള്ളാഹു അവങ്കലേക്ക് അവരെ ക്ഷണിക്കുകയാണ്, വിളിക്കുകയാണ്, അടുപ്പിക്കുകയാണ്. നിങ്ങൾ ഒരു രാത്രി ഉറക്കമൊഴിഞ്ഞ് ഇബാദത്തെടുക്കാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങൾക്ക് 83 വർഷക്കാലം ഇബാദത്തെടുത്ത പ്രതിഫലം തരുമെന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ,
വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാത്രി അത് മഹത്തായ രാത്രിയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനത്തെ എത്ര രാത്രികൾ നമുക്ക് അള്ളാഹു സമ്മാനിക്കുന്നു, എത്ര പകലുകൾ അള്ളാഹു നമുക്ക് സമ്മാനിക്കുന്നു. ഈ രാവും പകലും അധ്വാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റും കുറ്റവും തിരുത്തി പുതിയ ഒരു ജീവിതത്തിലൂടെ അള്ളാഹുലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഖദറിന്റെ രാത്രിയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം വടിഞ്ഞൊഴുകും, കരകവിഞ്ഞൊഴുകും. ആ അനുഗ്രഹത്തിൽ അള്ളാഹു എല്ലാ അടിമകൾക്കും മാപ്പ് കൊടുക്കും. അള്ളാഹു മാപ്പ് കൊടുത്ത അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾക്കൊക്കെ അള്ളാഹു അവൻ്റെ മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്കൊക്കെ അള്ളാഹു ഈ പരിശുദ്ധ മാസത്തിൻ്റെ പ്രത്യേക ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കും, 4 കൂട്ടരൊഴികെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും അനുഗ്രഹീതമായ രാവിൽ അള്ളാഹുവിൻ്റെ കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ ഭൂമിയിൽ ഇറങ്ങുമ്പോൾ പിന്നെയും മാറ്റി നിർത്തപ്പെടുന്ന 4 ആളുകളോ? സഹാബാക്കൾ അത്ഭുതപ്പെട്ടു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണവർ? 4 ആളുകൾ. 4 ആളുകൾക്ക് മാപ്പ് ലഭിക്കുന്നില്ല. ആരാണ് 4 ആളുകൾ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തേത് മുദ്മിനുൽ ഖംറാണ്. ജീവിതത്തിൽ മദ്യപാനം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം സ്ഥിരമാക്കിയവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്യപാനിയായ, ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവനായ, അഥവാ അള്ളാഹു തന്ന ഈ നല്ല ബുദ്ധിയും നല്ല ചിന്തയും നല്ല വ്യക്തിത്വവും നല്ല സംസ്കാരവും ഒക്കെ ഹറാമായ സാധനം കഴിക്കുക, ഒന്നുകിൽ കുടിക്കുക, അല്ലെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ വലിക്കുക, അല്ലെങ്കിൽ മണപ്പിക്കുക. അള്ളാഹു നമ്മുടെ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ തരത്തിൽ പടച്ചവൻ തന്ന നിന്റെ ബുദ്ധിയെ നീ നശിപ്പിക്കുന്നു, നിന്റെ വ്യക്തിത്വത്തെ നീ തകർക്കുന്നു, നിന്റെ കുടുംബത്തിലെ സമാധാനത്തെയും സന്തോഷത്തെയും നീ നശിപ്പിക്കുന്നു, നിന്റെ ആരോഗ്യത്തെ നീ നശിപ്പിക്കുന്നു. നീ വൃത്തികെട്ട ഈ കർമ്മത്തിൽ ഇടപെടുന്നതോടുകൂടി നീ മോശക്കാരനായി. ചിലപ്പോൾ ഉമ്മയും പെങ്ങളെയും തിരിച്ചറിയാതെ നിന്നിൽ നിന്നും വലിയ വലിയ പാതകങ്ങൾ ഉണ്ടാകുന്നു. ചിലപ്പോൾ ഉമ്മയെ സ്നേഹിക്കുന്നതിന് പകരം ആ ഉമ്മയുടെ നേരെ കൊലക്കത്തിയുമായി നീ തട്ടഹസിക്കുന്ന ദുരവസ്ഥ ഉണ്ടാകുന്നു. സത്യത്തിൽ നീ ഒരു സാധുവായിരുന്നു, നീ ഒരു പാപമായിരുന്നു. പക്ഷേ നിന്റെ ബ്രെയിന്, നിന്റെ ചിന്ത, നിന്റെ ബുദ്ധി, നിന്റെ സമനില നീ ഉപയോഗിക്കുന്ന വൃത്തികെട്ട ഈ ഹറാമായ വസ്തുക്കളിലൂടെ നഷ്ടപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണ് റമദാനിൻ്റെ പുണ്യമായ നാളുകളിലും ലൈലത്തുൽ ഖദ്റിൻ്റെ രാവിലും ഒരു പക്ഷേ ഈ വൃത്തികേടുകളിൽ നിന്നും അകന്നു നിൽക്കാൻ സാധിക്കാതെ പോകുന്ന ഏതെങ്കിലും സാധുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കാൻ കഴിയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട തലമുറയിലെ പുതിയ സഹോദരങ്ങൾ, അള്ളാഹു നമുക്കൊക്കെ ചിന്തിക്കാനും നന്നാകാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തെ തകർക്കുകയും നമ്മുടെ ആഖിറത്തെ നശിപ്പിക്കുകയും പടച്ചവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരുമെന്ന ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് എങ്ങനെയൊക്കെ മൃഗീയമായി ജീവിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്ന ഈ വൃത്തികെട്ട പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിൽ നിന്നും നമ്മൾ ഈ പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ ജുമഅയിൽ ആത്മാർത്ഥമായി തൗബ ചെയ്യണം, പശ്ചാത്തപിക്കണം. ഇനി ഏത് സമ്മർദ്ദമുണ്ടായാലും, ഏത് നിർബന്ധ സാഹചര്യമുണ്ടായാലും, അള്ളാഹു ഹറാമാക്കിയ ഒരു തുള്ളി പോലും, അള്ളാഹു ഹറാമാക്കിയ ഒരു പെഗ് പോലും, അള്ളാഹു ഹറാമാക്കിയ ഒരു പുക പോലും എൻ്റെ ശരീരത്തിൽ പോകില്ല എന്ന് ഓരോ മുസ്ലിമീങ്ങളും ഉറച്ച് തീരുമാനിക്കും. പ്രിയപ്പെട്ടവരെ, എത്ര വ്യക്തികളുടെ ജീവിതമാണ് നടു റോഡിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിയാൻ ഇത്തരം ഈ വൃത്തികേടുകളുടെ പേരിൽ നിർബന്ധിതമാകും. എത്ര കുടുംബങ്ങളാണ് കണ്ണുനീരിലായി കഴിഞ്ഞുകൂടുന്നത്. ഒരു സഹോദരൻ മരണപ്പെട്ടു. ആ മരണപ്പെട്ട സഹോദരന് 2-3 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങൾ, പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ. ആ സഹോദരൻ മരിച്ചതിൻ്റെ പേരിൽ അയാളെ തഅസിയത്ത് ചെയ്യാൻ, അയാളുടെ വീട്ടിൽ തഅസിയത്ത് ചെയ്യാൻ, അനുശോചനം രേഖപ്പെടുത്താൻ ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പാവം കൊച്ചു കുഞ്ഞുങ്ങൾ, പറക്കമുറ്റാത്ത നിഷ്കളങ്കരായ ഈ കുഞ്ഞുങ്ങൾ അവരിങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. പാവം പെണ്ണ് ഉള്ളിൽ ഇങ്ങനെ വാവിട്ട് കരയുന്നുണ്ട്. പക്ഷേ അധികം ആളുകളൊന്നും, അയൽവാസികൾ പോലും ആ വീട്ടിലേക്ക് വന്നിട്ടില്ല, മരിച്ച വീടാണെങ്കിൽ പോലും. കാരണം അന്വേഷിച്ചപ്പോൾ അവനൊരു മുഴുക്കുടിയനായിരുന്നു. അവൻ മുഴുക്കുടിയനായതുകൊണ്ട് കുടിച്ചു വന്ന് നാട്ടുകാരെ ഉപദ്രവിക്കും, വീട്ടുകാരെ ഉപദ്രവിക്കും, മക്കളെ ഉപദ്രവിക്കും, ഭാര്യയെ ഉപദ്രവിക്കും. അവസാനം പറയാതെ വയ്യ, എങ്ങനെങ്കിലും അവൻ്റെ ശല്യം ഒഴിവായല്ലോ എന്നാണ് അയൽവാസികൾ വിചാരം. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ,
ആ മനുഷ്യൻ്റെ ഭാര്യാപിതാവ് എന്ന് പറഞ്ഞാൽ അമ്മോച്ചനെ കണ്ടു, അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു, ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, തഅസിയത്ത് ചെയ്യാൻ ശ്രമിച്ചു, സമാധാനം. അങ്ങനെയാണല്ലോ മരിച്ചൊരു വീട്ടിൽ പോയാൽ നമ്മൾ അവിടുത്തെ ബന്ധുക്കളെ കണ്ടിട്ട് അവരെ ആശ്വസിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കുന്നതിന് അർത്ഥമൊന്നുമില്ല. കാരണം ജീവിച്ചിരിക്കെ, പുതിയാപ്പിള എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരിക്കെ, ഈ കുഞ്ഞുങ്ങളുടെ വാപ്പ എന്ന് പറയുന്ന ആള് ജീവിച്ചിരിക്കെ, എൻ്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവ് ജീവിച്ചിരിക്കെ, ഒരു ദിവസം പോലും ഭർത്താവിനെ അനുഭവിക്കാൻ കഴിയാതെ പോയ, ഒരു ദിവസം പോലും വാപ്പയെ നല്ലതുപോലെ ആസ്വദിക്കാൻ കഴിയാതെ പോയ എൻ്റെ മക്കള് അഥവാ എൻ്റെ പേരക്കിടാങ്ങള് വാപ്പ ജീവിച്ചിരിക്കെ എത്തിയുമായി വളർന്നവരാണ്. വാപ്പ ജീവിച്ചിരിക്കെ എത്തിയുമായി വളർന്നവരാണ്. എൻ്റെ പ്രിയപ്പെട്ട മകള് ഭർത്താവ് ജീവിച്ചിരിക്കെ വിധവയായി ജീവിച്ചവളാണ്. ഞാൻ എൻ്റെ പുതിയാപ്പിളയുടെ വിഷയത്തിൽ കണ്ണുനീര് കുടിക്കാത്ത ഒരു ദിവസം പോലുമില്ല. അതുകൊണ്ട് അവൻ മരിച്ചതിൻ്റെ പേരിൽ ഞങ്ങളെ അങ്ങനെ നിങ്ങൾ ആശ്വസിപ്പിക്കണമെന്നില്ല. പക്ഷേ എനിക്കൊരു വലിയ വേദനയുണ്ട്. വയസ്സായി, പ്രായമായി, അധ്വാനിക്കുകയും പണിയെടുക്കുകയും ഈ കുഞ്ഞുങ്ങൾക്ക് ചെലവ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നാളെ പിറ്റേന്ന് ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ഈ മക്കൾ എന്താവും? എൻ്റെ ഈ മകളുടെ അവസ്ഥ എന്താവും? എൻ്റെ മകളെ കുട്ടികളുടെ അവസ്ഥ എന്താവും? അവളും അനാഥരാവും. അവർ നാട്ടുകാരുടെ ഭിക്ഷയാചിക്കേണ്ട ഗതികേട് വരും. ഒറ്റ പേടിയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി ദ്വാരന്നാ മതി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രയെത്ര കുടുംബങ്ങളിൽ ഇങ്ങനത്തെ കണ്ണുനീര്, എത്രയെത്ര സഹോദരിമാർ അവരുടെ ജീവിതത്തിൽ വൈധവ്യം അനുഭവിച്ചുകൊണ്ട് ഭർത്താവ് ഉണ്ടായിരുന്നിട്ടും വിധവയായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ, വാപ്പ വീട്ടിലുണ്ടായിരുന്നിട്ടും വാപ്പയുടെ ക്രൂരമായ കൃത്യങ്ങൾ കണ്ട് ഭയന്ന് ജീവിക്കുന്ന മക്കൾ, അനാഥരായി വാപ്പയുള്ളപ്പോഴും ജീവിക്കുന്ന മക്കൾ. നമ്മൾ ആലോചിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു ചെറുപ്പക്കാരൻ, അയാളോട് ഒരാൾ എന്തോ ഒരു ക്രൂരമായ പ്രതി ചെയ്തു, ഒരു കൃത്യം ചെയ്തു. ഒരാൾ ഉദാഹരണം എന്നെ ഉപദ്രവിച്ചു എന്ന് വിചാരിക്കാം. ഉപദ്രവിച്ചപ്പോൾ പുതിയ തലമുറയാണല്ലോ, അവർക്ക് ആ ഉപദ്രവത്തിന് തക്കതായ നിലയിൽ പകരം കൊടുക്കണമെന്ന് നിർബന്ധ ബുദ്ധി വന്നു. അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റൂല. അവൻ അത്രയും വലിയ അക്രമമാണ് എന്നോട് കാണിച്ചത്, അവനെ വേദനിപ്പിക്കണം, നന്നായി വേദനിപ്പിക്കണം. എൻ്റെ ഏറ്റവും അടുത്ത ഇൻറ്റിമറ്റ് ഫ്രണ്ട്സിനെ കൂട്ടിയിരുത്തിയിട്ട് പറഞ്ഞടാ, ഇതിന് പ്രതികാരം ചെയ്യണം. എന്താ ഞാൻ പ്രതികാരം ചെയ്യാൻ പോകുന്നതെന്നറിയോ? അയാൾക്കൊറ്റ മോനേ ഉള്ളൂ. ആ ഒറ്റ മോനെ ഞാൻ അറുകൊല ചെയ്യും, അറുത്തു കൊല്ലും. എന്നോട് അവൻ ചെയ്ത അക്രമത്തിന് പകരം അവൻ്റെ മകനെ അവൻ്റെ മുമ്പിലിട്ട് ഞാൻ അറുത്തു കൊല്ലും. മകൻ പടഞ്ഞു മരിക്കുന്നത് കണ്ടിട്ട് അയാൾ വേദനിക്കട്ടെ. അപ്പോൾ കൂടിയിരുന്ന പുതിയ തലമുറയിലെ ബുദ്ധിമാന്മാരായ സുഹൃത്തുക്കൾ പറഞ്ഞടാ, അങ്ങനെ മകനെ കൊന്നിട്ട് അയാളെ വേദനിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അത് നിനക്ക് തെറ്റി. മകനെ കൊന്നാൽ ചിലപ്പോൾ അയാൾക്ക് വേദന ഉണ്ടാകും. 1 മാസം, 2 മാസം, 1 കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലം വരെയൊക്കെ ചിലപ്പോൾ മരിച്ചുപോയ മകനെ കുറിച്ചിട്ട് അയാൾ കരയും. പക്ഷെ 3-4 കൊല്ലം കഴിയുമ്പോൾ അതങ്ങ് മറക്കും. അതുകൊണ്ട് എന്താ വേണ്ടതെന്നറിയോ? സാധിക്കുമെങ്കിൽ ആ പാവപ്പെട്ടവൻ്റെ ഒറ്റ മോനല്ലേ, അവനെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ട് പോയി കുടിപ്പിക്കാൻ നോക്ക്, മദ്യപിപ്പിക്കാൻ നോക്ക്, മയക്കുമരുന്ന് അടിമപ്പെടുത്താൻ നോക്ക്. അവൻ മദ്യപാനിയോ മയക്കുമരുന്നിൻ്റെ ഉപയോഗക്കാരനോ ആയി മാറിയാൽ നീ 1 പ്രാവശ്യം കൊന്നിട്ട് വാപ്പാനെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും 1000 പ്രാവശ്യം എല്ലാ രാത്രിയിലും അയാളുടെ ഏകപുത്രനെ അറുകൊല നടത്തി, കൊല്ലാക്കൊല നടത്തി ഇഞ്ചിഞ്ചായി നിനക്ക് അവനെ വേദനിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വളരെ ശരിയാണ്. ഞാനും നിങ്ങളും ആറ്റുനോറ്റ് പോറ്റി വളർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവർക്കൊരു പനി പിടിച്ചപ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല. അവർക്കൊരു മൂത്രക്കടച്ചിലുണ്ടായി വേദന എടുത്തപ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ അവരെയും തൂക്കിയെടുത്തുകൊണ്ട് കഴിയുന്നില്ലെങ്കിലും സ്വന്തം ആരോഗ്യമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ കാമ്പസാറിൽ പ്രസംഗം നിർത്തി അവസാനം ദ്വാ ചെയ്യാൻ വേണ്ടി പോയപ്പം കൈവെക്കുന്നതിനിടയ്ക്ക് ഒരാൾ ഓടി വന്നു, എൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് ഇങ്ങനെ രഹസ്യം പറഞ്ഞു. ആളുകൾക്കൊക്കെ അത് ദേഷ്യം ഉണ്ടാക്കി. കാരണം ഈ സമയത്ത് ഇയാളെന്താ രഹസ്യം പറയും? പ്രിയപ്പെട്ടവരെ, അതൊരു വാപ്പയുടെ കരച്ചിലായിരുന്നു. അത് ഞാൻ ഒരിക്കലും മറക്കൂല. ആ വാപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദേ, എൻ്റെ ഹാർട്ട് ഫെയിലിയറായി, ഓപ്പറേഷന് പോവാണ് ഞാൻ നാളെ. എൻ്റെ ലിവറും പോയി എന്നാണ് ഡോക്ടർമാർ പറയുന്നത്, കിഡ്നിയും ഫെയിലിയറായി എന്നാണ് പറയുന്നത്, എല്ലാം പോയി എന്നാണ് പറയുന്നത്. ഒന്ന് ദ്വാരക്കണം. എന്തിനാ ദ്വാരക്കണ്ടെന്നറിയോ? എൻ്റെ മോൻ്റെ കാര്യത്തിലൊന്ന് ദ്വാരക്കണം. എനിക്ക് കിഡ്നി പോയതിൻ്റെ വേദന പ്രശ്നമല്ല, ലിവർ പോയതിൻ്റെ വേദന പ്രശ്നമല്ല. ഹാർട്ട് നാളെ പെരിയാരത്ത് പോയി ഓപ്പറേറ്റ് ചെയ്യാം, കീറി മുറിക്കാം. എൻ്റെ നെഞ്ച് കീറുകയാണ്, ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാം, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എൻ്റെ മോൻ്റെ കാര്യത്തിലൊന്ന് ദ്വാരിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ജീവിച്ചിരുന്നപ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വൃക്ക നഷ്ടപ്പെടുത്തിയ നമ്മളുടെ ഉപ്പമാർ അവസാനം നമ്മളെ കൊണ്ട് ഇന്നും കരയുന്ന ഒരു ഗതികേട്, നമ്മളെ കൊണ്ട് കരയേണ്ടി വരുന്ന ഒരു ഗതികേട്
പ്രിയപ്പെട്ട തലമുറ, പുതിയ തലമുറ നല്ല ബുദ്ധിയുള്ളവരാ, നല്ല സംസ്കാരമുള്ളവരാ, നല്ല കുട്ടികളാ, യാതൊരു സംശയമില്ല. ഒരു പക്ഷേ മുതിർന്നവരെന്ന് അവകാശപ്പെടുന്ന നമുക്ക് ചെയ്യാൻ കഴിയാത്ത വലിയ വലിയ നന്മകൾ ഇന്നത്തെ പുതിയ തലമുറയിലെ കുട്ടികൾ ഒന്നിച്ചു കൂടിയാൽ അവർക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ ആ കുഞ്ഞുങ്ങളുടെ ചിന്തയെ വഴിമാറ്റി സഞ്ചരിപ്പിക്കുകയാണ്. അവരുടെ ജീവിതത്തെ മോശം പാതയിലേക്ക് അറിഞ്ഞും കൊണ്ട് പലരും പറിച്ചു നടുകയാണ്. നമ്മുടെ കുട്ടികൾ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ പോയി ആ സ്കൂളുകളിലും കോളേജുകളിലുമുള്ള സുഹൃത്തുക്കളോടൊപ്പം സഹവസിച്ച് സഹകരിച്ച് നല്ല വീട്ടിൽ നിന്നും വരുന്ന നല്ല ഉപ്പയുടെയും നല്ല ഉമ്മയുടെയും മക്കൾ നേരത്തെ പറഞ്ഞതുപോലെ പലരും കാത്തിരുന്ന് അവരെ കൊടുക്കുകയാണ്, കെണിക്കുകയാണ്, വലവിരിച്ചതിൽ വീഴ്ത്തുകയാണ്. എന്തിനാണെന്നറിയുമോ? ഞാൻ ആറ്റുനോറ്റ് പോറ്റ് വളർത്തുന്ന എൻ്റെ മകൻ ഒന്നിച്ചങ്ങ് ആക്സിഡന്റിൽ മരിച്ചു, ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്നതിനേക്കാളും എല്ലാ ദിവസവും കുടിച്ച് എൻ്റെ മുമ്പിൽ കൂത്താടുമ്പോൾ ആ വാപ്പ എല്ലാ ദിവസവും മരിക്കുക, ആ ഉമ്മ എല്ലാ ദിവസവും മരിക്കുക, അവൻ ഭാര്യയുണ്ടെങ്കിൽ ആ ഭാര്യ എല്ലാ ദിവസവും മരിക്കുകയാണ്, അവന് മക്കളുണ്ടെങ്കിൽ ആ മക്കൾ എല്ലാ ദിവസവും മരിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിങ്ങളുടെ മേൽ ഹറാമാക്കിയ മദ്യത്തെ നിങ്ങൾ ഉപയോഗിക്കരുത്. ലാ തഷ്റബുൽ ഖംർ, നീ ഒരിക്കലും കള്ളു കുടിക്കരുത്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ സംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ ഒക്കെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, എൻ്റെ അനുയായികളെ, എൻ്റെ ഉമ്മത്തികളെ, ലാ തഷ്റബുൽ ഖംർ, നിങ്ങൾ ഒരിക്കലും കള്ളു കുടിക്കരുത്, ഒരിക്കലും മയക്കുമരുന്ന് ഉപയോഗിക്കരുത്. എന്താണെന്നറിയോ? ഫഇന്നഹ റഅ്സു കുല്ലി ഖതീഅ, അത് കാണുമ്പോൾ ഒരു ചെറിയ പാപമാണെന്ന് തോന്നും. ഒന്നിച്ചിരുന്നപ്പോൾ കൂട്ടുകാരെ നിർബന്ധിച്ചപ്പം ഉപയോഗിച്ചതല്ലേ എന്നൊക്കെ നമ്മൾ ന്യായം പറയും. പക്ഷെ അങ്ങനെയല്ല, അത് എല്ലാ തിന്മകളുടെയും മാതാവാണ്, എല്ലാ തിന്മകളുടെയും മാതാവാണ്. അഥവാ അതിന് നീ അടിമപ്പെട്ടു പോയാൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മയക്കുമരുന്നിന് അടിമപ്പെട്ട പല ആളുകളും സ്വന്തം മാതാവിനോടൊപ്പം, സ്വന്തം മകളോടൊപ്പം, സ്വന്തക്കാരോടൊപ്പം ചിലപ്പോൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുകയും അതിൻ്റെ പേരിൽ പിടിക്കപ്പെടുകയും നാണക്കേടാവുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും. ഇതൊക്കെ ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ പ്രസംഗത്തിന് വേണ്ടി പറയുന്ന വാക്കുകളല്ല, നമുക്ക് അനുഭവത്തിൽ പറയാൻ കഴിയുന്ന എത്രയെത്ര സഹോദരങ്ങളുണ്ട്. അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്, പക്ഷേ സംഭവിച്ചു പോയി. ഭാര്യയെ പിടിക്കേണ്ടതിന് പകരം മകളെ പിടിച്ചുപോയി. അള്ളാഹുവേ, എത്ര വൃത്തികേടിലേക്കായി സമുദായം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ സമുദായമേ, ലാ തഷ്റബുൽ ഖംർ, ലാ തഷ്റബുൽ ഖംർ, നിങ്ങൾ ഒരിക്കലും കള്ളു കുടിക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അഥവാ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത്രയൊക്കെ ഉപദേശിച്ചിട്ടും താക്കീത് ചെയ്തിട്ടും എൻ്റെ സമുദായം അതിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ പിന്നെ ലൈലത്തുൽ ഖദറിൽ പോലും അവന് മാപ്പ് കൊടുക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലൈലത്തുൽ ഖദർ പോലെയുള്ള അനുഗ്രഹീതമായ രാവിൽ മാപ്പ് കിട്ടാത്ത 4 പേരിൽ ഒന്നാമത്തേത് മദ്യപാനിയായ ഒരു മനുഷ്യനാണെങ്കിൽ രണ്ടാമത്തേത് ആഖുൽ വാലിദൈനാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവനാണ്, മാതാപിതാക്കളോട് മര്യാദകേട് കാണിക്കുന്നവനാണ്. നമ്മൾ പുറമേ വലിയ മാന്യനായി ജീവിക്കുകയാണ്, ഞാൻ പുറമേ വലിയ മുസ്ലിയാരും ഉസ്താദും പ്രാസംഗികനും പ്രഭാഷകനുമായിട്ടൊക്കെ ജീവിക്കുകയാണ്. പക്ഷേ എന്നെ പോറ്റി വളർത്തിയ എൻ്റെ ഉമ്മയോട് ഞാൻ നല്ല നിലയിൽ പെരുമാറുന്നില്ലെങ്കിൽ, എന്നെ പോറ്റി വളർത്തിയ എൻ്റെ ഉപ്പയോട് ഞാൻ നല്ല നിലയിൽ പെരുമാറുന്നില്ലെങ്കിൽ, അവരുടെ മുഖത്ത് നോക്കി ചിരിക്കുകയും സന്തോഷിപ്പിക്കുകയും അവർക്ക് സേവനങ്ങൾ ചെയ്യുകയും ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അങ്ങനത്തെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവൻ പാതിരാത്രി മുഴുവൻ പള്ളിയിൽ ഇത്തിക്കാഫിരുന്ന് സുജൂദി കടന്നാലും പകല് മുഴുവൻ എന്നും അങ്ങ് നോമ്പെടുത്താലും നിന്റെ നോമ്പും നിസ്കാരവും ഒന്നും പടച്ചോൻ സ്വീകരിക്കൂല. നീ ആദ്യം നിന്റെ ഉമ്മയെ തൃപ്തിപ്പെടുത്തണം, നിന്റെ വാപ്പയെ തൃപ്തിപ്പെടുത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ വെറും നിസ്കാരത്തിന് വേണ്ടിയുള്ള നാളുകളല്ല, പരിശുദ്ധ റമദാൻ വെറും നോമ്പിന് വേണ്ടിയുള്ള നാളുകളല്ല. പരിശുദ്ധ റമദാൻ എത്തിക്കാഫിൻ്റെയും മറ്റ് സൽക്കർമ്മങ്ങളുടെയും ഒക്കെ നാളുകളാണ്. പക്ഷെ ഇതൊക്കെ നമ്മളെ കൊണ്ട് അള്ളാഹു ചെയ്യിപ്പിക്കുന്നത് നമ്മൾ നല്ല അടിമകളാകാൻ വേണ്ടിയിട്ടാണ്, നല്ല മനുഷ്യനാകാൻ വേണ്ടിയിട്ടാണ്, നല്ല ഭർത്താക്കന്മാരാകാൻ വേണ്ടിയാണ്, നല്ല വാപ്പമാരാകാൻ വേണ്ടിയാണ്, നല്ല ഉമ്മമാരും നല്ല പെങ്ങന്മാരുമാകാൻ വേണ്ടിയാണ്, അതുപോലെ നല്ല മക്കളാകാൻ വേണ്ടിയിട്ടാണ്, നല്ല മക്കളാകാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു മാസക്കാലം നമ്മളെ ഈ നിലയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നന്മയുടെ മാർഗത്തിൽ സഞ്ചരിപ്പിക്കുന്നതിന് വേണ്ടി തന്ന ഈ പവിത്രമായ മാസം നമ്മളോട് വിട ചോദിക്കുകയാണ്. സാധാരണഗതിയിൽ മിമ്പറുകളിൽ നിന്നുകൊണ്ട് റമദാനിൻ്റെ അവസാനത്തെ ഖുത്ബയിൽ അസ്സലാമു അലൈക യാ ഷഹ്റ റമദാൻ എന്ന് പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളോടൊപ്പം സഹവസിച്ചിട്ട് നമ്മളെ വിട്ടുപോകുന്ന ഈ റമദാനിന് നമ്മൾ സലാം പറഞ്ഞ് കൈ കൊടുക്കുമ്പോൾ ആലോചിക്കണം, റമദാൻ നമുക്ക് എന്ത് സമ്മാനിച്ചിട്ടാണ് പോകുന്നത്, എന്ത് സമ്മാനിച്ചിട്ടാണ് പോകും. നമ്മുടെ ഈമാനിൻ്റെ അവസ്ഥ എന്താണ്, നമ്മുടെ അമലുകളുടെ അവസ്ഥ എന്താണ്, സ്വഭാവത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും അവസ്ഥ എന്താണ്.
നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്? പ്രിയപ്പെട്ടവരെ, ഈ രംഗങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയൊരു തകരാറ് വന്നുപോയെങ്കിൽ ഇനി 3 ദിവസം 4 ദിവസം ബാക്കിയുണ്ട്. രാത്രി ഉറങ്ങരുത്, ഉറക്കം വരരുത്. പകല് സമാധാനത്തോടു കൂടി ഇരിക്കാനും കിടക്കാനും തോന്നരുത്. കാരണം എന്താണെന്നറിയോ? ഞാൻ നന്നായില്ലെങ്കിൽ, ഞാൻ തിരുത്തിയില്ലെങ്കിൽ, എനിക്ക് നോമ്പ് നഷ്ടപ്പെട്ടു പോയാൽ, എൻ്റെ പടച്ചവൻ്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങിയ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടാതെ പോയാൽ പിന്നെ ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്ന ബോധത്തോടു കൂടി ഇനിയുള്ള രാവുകളും പകലുകളും ആത്മാർത്ഥമായ അമലുകളിൽ കഴിച്ചുകൂട്ടണം, ഇബാദത്തിൽ കഴിച്ചുകൂട്ടണം, തൗബ ഇസ്തിഗ്ഫാറിൽ കഴിച്ചുകൂട്ടണം. പള്ളികളിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വന്ന് സാധിക്കുന്നിടത്തോളം സുജൂദിൽ കടന്ന് പൊട്ടിക്കരയണം. പടച്ചവനെ, ഞാൻ എൻ്റെ വാപ്പയെ വിഷമിപ്പിച്ചത്, പല സഹോദരങ്ങളും ഞാനടക്കം പ്രിയപ്പെട്ടവരെ, ഉമ്മയില്ലാത്ത വാപ്പയില്ലാത്ത നോമ്പ് കാലത്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ നല്ല നല്ല ഓർമ്മകൾ മനസ്സിൽ വരും. പടച്ചവനെ, എൻ്റെ വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ, റമദാൻ കാലത്ത് അവരെനിക്ക് നൽകിയിരുന്ന സ്നേഹം ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും അതിന് പകരം അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഖിദ്മത്ത് ചെയ്യാൻ ഒരവസരം ഉണ്ടായിരുന്നെങ്കിൽ, വാപ്പ നഷ്ടപ്പെട്ടു പോയവർക്ക് അതിൻ്റെ വില മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും വാപ്പയുള്ളവർ, ഉമ്മയുള്ളവർ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഭാര്യമാർ എല്ലാവരോടും ഇനിയുള്ള നാളുകളിൽ നല്ല നിലയിൽ പെരുമാറാൻ ശ്രമിക്കണം, നല്ല നിലയിൽ പെരുമാറാൻ ശ്രമിക്കണം. നമ്മളെക്കുറിച്ചിട്ട് നമ്മുടെ പടച്ചവൻ നല്ലത് പറയണം, നമ്മളെക്കുറിച്ചിട്ട് നമ്മളോടൊപ്പം ജീവിക്കുന്ന പടപ്പുകൾ നല്ലത് പറയണം. അപ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യരാകുന്ന. അല്ലാഹു തആല ഈ പരിശുദ്ധ റമദാനിലെ മഖ്ബൂലിങ്ങളിൽ, സുഅദാക്കളിൽ നമ്മളൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലോ റമദാനിൻ്റെ പ്രവർത്തനങ്ങളിലോ വന്നുപോയ എല്ലാ പാളിച്ചകളെയും പോരായ്മകളെയും അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഇനിയും പരിശുദ്ധ റമദാനിനെ വീണ്ടും വീണ്ടും കണ്ടുമുട്ടാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ നോമ്പ് കാലത്തെടുത്ത എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് അള്ളാഹു പരിപൂർണമായ നിലയിൽ നരകമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധുക്കളായ നമുക്കൊക്കെ അള്ളാഹു തആല സ്വർഗം നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി കിടക്കുന്നവർക്കൊക്കെ അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. ആജിലായ മുസ്തമിറായ ഷിഫ നൽകുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. മാരകമായ വലിയ വലിയ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ വേദനിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മുടെ കടങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അള്ളാഹു തീർത്തു തരുമാറാകട്ടെ. നമ്മുടെ ജീവിതങ്ങളിൽ അള്ളാഹു ബറക്കത്ത് തരുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും മറ്റുമൊക്കെ അള്ളാഹു ബറക്കത്ത് തരുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ ഹലാലായ എല്ലാ ആശകളെയും പൂർത്തിയാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക്, നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യവും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകമെമ്പാടുമുള്ള നമ്മുടെ സഹോദരങ്ങളെ അള്ളാഹു ഇസ്സത്തിലും ഇഫ്ഫത്തിലുമാക്കി തീർക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാൻ നമ്മളോട് വിട പറയുമ്പോൾ നമ്മുടെ ദീനും ദുനിയാവും ഒക്കെ ഖൈറിലായി സന്തോഷത്തിൻ്റെ അവസ്ഥ ആസ്വദിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാനം നമ്മളെല്ലാവരെയും അള്ളാഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.